ആരെയും കാണുന്നില്ലല്ലോ, ഓട്ടോ ഇല്ലല്ലോ. നാളെ വാടകയും കൊടുക്കാനുള്ളതാണല്ലോ ഇഷ്ടം. ടയറ് കട്ടയ്ക്ക് പോണം. എന്ത് ചെയ്യും? ഓട്ടമില്ല. ഇതേതൊന്നും ഓടുന്ന ഉറങ്ങാണോ? ടയറ് കട്ട പോണം, മീറ്റർ സീല് പോണം. എല്ലാം സമയമായി. ഉറങ്ങാം. എന്നും വിളിക്കുമായിരിക്കും. ഹലോ, ഓട്ടമാണോ? അത്ര പോണത്? വരുന്നു. ഇപ്പൊ വരാം. നേവിയുടെ ക്വാർട്ടേഴ്സിന്റെ അപ്പുറത്ത്. ശരി. ഓക്കെ. ഓട്ടം കിട്ടിയാലും ഞാൻ ഉറങ്ങാൻ തുടങ്ങിയത്. ഒരാളും കൂടി വരാനുണ്ട്, ഒന്ന് വെയിറ്റ് ചെയ്യോ ചേട്ടൻ? ഒരു 5 മിനിറ്റ് കേട്ടാ. ഞങ്ങക്ക് ഒരു പെണ്ണുകാലിൽ ചടങ്ങുണ്ട്. അല്ല, പയ്യനൊന്ന് വരാൻ വേണ്ടി നോക്കിയിരിക്കണേ. നിൽക്കുക കേട്ടാ. വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് വേറെ 100 കൂട്ടം കാര്യങ്ങളുണ്ട്. ഇപ്പൊ കൊണ്ട് വിട്ടിട്ട് വേണം വരാൻ. വേഗം വിളിച്ചാട്ടോ, വേഗം പാന്നേ. ചേട്ടന് വേറെ ഓട്ടോ ഉണ്ടായിരുന്നാ? പറയണ്ടായിരുന്നാ? ഞങ്ങൾക്ക് ഇപ്പൊ ദൂരെ ഓട്ടോ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ചേട്ടൻ ഞാൻ വിളിപ്പിച്ചത്. ചേട്ടൻ തിരക്കാണെങ്കിൽ ചേട്ടൻ പോയിക്കോളൂ, ഞാൻ ഓട്ടോ വേറെ വിളിച്ചോളാം. അവൻ അവിടെ ഇരുന്നിട്ട് ആരെന്നെ ഫോൺ ചെയ്യുന്നുണ്ട്. അവന് നേരത്തെ എന്തോ ഒരു പെണ്ണുണ്ടായെന്നൊക്കെ ആൾക്കാർ പറഞ്ഞു കേൾക്കുന്നുണ്ട്. എനിക്കറിയില്ല, പക്ഷെ എന്റെ വീട്ടിലൂടെ ഒന്നും അവളെ കേറ്റൂല. കുറെ പെണ്ണ് കാണലായി നടക്കണത്. ആരോ വന്നിട്ടുണ്ട്, ആ കല്യാണം മുടക്കുന്നുണ്ട്. എപ്പോ പോയാലും അത് മുടക്കാണ് അവിടെ. ആർക്കറിയാം, ആരെങ്കിലും അറിഞ്ഞ ആൾക്കാർ പറയാനുണ്ടായിരിക്കും. അതേ വന്നിട്ടല്ലോ. അറിയില്ല നമുക്ക്, ഇതാരെ ചെന്ന് പറയണം നമുക്കറിയില്ലല്ലോ. അതേ വന്നി അളിയനെ അടഞ്ഞു നിൽക്കുന്നതാണ്. അയാൾ ഇന്ന് നല്ലാണെങ്കിൽ നാളെ വേറെ ആളാണ്. അങ്ങനത്തെ ഒരു അളിയനെ കിട്ടിയേക്കുന്നത്. എന്ത് പറയാനാണ്, ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. ഓക്കെ പോവാൻ പോ. അതെ, ഒന്നിച്ചിനെ വാക്കിയത് എല്ലാം ഓണത്തിനെ വാക്കിയത്. എവിടെ പോണു? കല്യാണം, കല്യാണത്തിന് പോവാ. ഇന്നും പതിവേലും പെണ്ണാണം പോവാണോ? ഇല്ല, ചേച്ചിയുടെ കാണാൻ പോണത്. ആണോ? അതെ, പോട്ടെ. ശരി. ബ്രോക്കർ വഴി വന്നാണോ? ബ്രോക്കർ വഴിയല്ല, നമ്മുടെ ഒരു കൂട്ടുകാഴ്ച വഴി വന്നതാണ്. അതാരും അറിയിക്കാണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പറയൂല. നമ്മുടെ അമ്പലത്തിന്റെ അടുത്താണ്. കുഴപ്പമില്ലാന്നാ പറയുന്നത്. ഇവരുടെ കാര്യങ്ങൾ ഞാൻ അവിടെ അറിയോ ഇതൊന്നും അറിയില്ല. ഡിമാൻഡ് വല്ലതും ഉണ്ടോ? അങ്ങനെയൊന്നും പറയത്തൊന്നുമില്ല. സ്ത്രീധനമൊന്നും അങ്ങനെയൊന്നും വേണ്ട. നമുക്കൊരു നല്ലൊരു പെണ്ണായാൽ മതി. കുടുംബം നോക്കണ ഒരു പെണ്ണ്, അത്രയേ ഉള്ളു.
നമുക്ക് ഡിമാൻഡൊന്നും ഇല്ല ചേട്ടാ. ആ സ്ത്രീധനമൊന്നും ചോദിക്കാനും പാടില്ല. നമുക്ക് വേണ്ട, നമുക്ക് നമ്മുടെ കുടുംബം നോക്കുന്ന ഒരു പെൺകുട്ടിയായാൽ മതി. ആ അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ ആരെയും വേണ്ടാണ്ട് പെട്ടെന്നാളെയും വിളിച്ചോണ്ട് പോകാൻ നിൽക്കരുത്. പിള്ളേക്ക് എത്ര വയസ്സുണ്ട്? പുള്ളിക്കൊരു ഇപ്പൊ 36 വയസ്സൊക്കെ ആയി. പെൺപിള്ളേരെ കിട്ടാൻ പാടാന്നേ. അതെ, പെൺപിള്ളേരില്ല, ആണേ ഉള്ളിപ്പ. എങ്ങനെയായാലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും ഇതൊന്ന് നടന്നു കിട്ടിയാൽ മതി നമുക്ക്. പിന്നെ ഈ നമ്മുടെയൊക്കെ കാലം കഴിയുമ്പോ ഒറ്റപ്പെട്ട് പോകില്ലേ ആള്. അതാണ് എങ്ങനെയെങ്കിലും പിടിച്ച് ആളെ എത്തിക്കാന്ന് വെച്ചത്. ഇതിപ്പോ കാണുന്ന ആൾക്കാർ മുടക്കി വരുന്നത് കാരണം കല്യാണം എല്ലാം മുടങ്ങനെയാണ് എപ്പോഴും. വല്ല കല്യാണക്കാരെയൊക്കെ മുടങ്ങി പോണേ. അങ്ങനെ ആൾക്കാരുണ്ട്. ഒത്തിരി ആൾക്കാരുണ്ട്. നല്ലോണം ജീവിക്കാൻ വേണ്ടി അനുവദിക്കാത്ത കുറെ ആൾക്കാരുണ്ട്. എപ്പോഴായാലും എന്റെ കിട്ടും കേട്ടോ ഈ കല്യാണം മുടക്കുന്ന ആളാ. അന്ന് ഞാൻ അവനെ അവസാനിപ്പിക്കും. അവനായാലും അവളായാലും കൊള്ളാം. അന്ന് ഞാൻ അവസാനിപ്പിക്കും. എനിക്ക് ജയിലിൽ പോണതിലൊരു കുഴപ്പമില്ല. ഓർത്തിരുന്നോട്ടെ എന്തായാലും. ചേട്ടാ, ഞങ്ങൾക്ക് കാലം നിറക്കുമ്പോ അവിടെ എത്തണം. പെണ്ണങ്ങ് അമേരിക്കയിലാണേ. ഞങ്ങൾ ചെന്ന് പെണ്ണ് കണ്ടിട്ട് വേണം ആ പെൺകുട്ടിക്ക് പോവാനായിട്ട്. കാലം നിറക്കാൻ പ്ലേറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിനുമ്പ് അവിടെ എത്തണം. ഇപ്പൊ ആരോടെങ്കിലും ഒന്ന് വഴി ചോദിക്കാനായിട്ട് ആരെയും കാണാനില്ലല്ലോ ചേട്ടാ ഇവിടെ. അവരുടെ വീടിന് അടയാളമെല്ലാം പറഞ്ഞായിരുന്നു. ഏതൊരു കാറ്ററിംഗ് നടത്തുന്ന വർഗീസിന്റെ വീടാണെന്നാ പറഞ്ഞത്. ഇവിടെ ഒന്നും കാണാനില്ല. അപ്പൊ ആരോട് ചോദിക്കും? മലയാളികളെ കാണാനില്ല. ബംഗാളികളെ നടക്കൊണ്ട് ഇവരൊക്കെ. ജനങ്ങൾ ചോദിക്കും എന്ത് പറയാനാണ് നമ്മളോട്? ഒറ്റ കാണുന്നില്ല. ഇപ്പഴും അങ്ങോട്ട് പോകും. മുമ്പ് ചോദിക്കും ആരോടെങ്കിലും. ആരെങ്കിലും ഒന്ന് കാണട്ടെ. പിന്നെ നമ്മുടെ ഈ പെണ്ണുകാലി ചടങ്ങ് അവർക്ക് ഉറപ്പിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കല്യാണം നടത്തുന്നത് അമേരിക്കയിലാണ് കേട്ടാ. അപ്പൊ നമുക്ക് ഒരു ചോറൊന്നും കിട്ടത്തില്ല. അതിവിടെ വെക്കാലോ നമ്മൾ അതിന്റെ ഫംഗ്ഷനൊക്കെ. അതൊന്നും വിളിക്കാണ്ടിരിക്കില്ല. എല്ലാരെയും വിളിക്കും. ഇവിടെ പാർട്ടി വെച്ചാൽ കൂടാതെ വിളിക്കാം. ആരെങ്കിലും ഉണ്ടോ ചേട്ടാ വഴിയില്? ആരെയും കാണുന്നില്ലല്ലേ. നമുക്ക് ആ വഴി ഒന്ന് പോയി നോക്കാം കേട്ടോ. ഈ റൈറ്റിലേക്ക് ഒന്ന് പോയി നോക്കാം. അവിടെ തിരക്കുണ്ടാവൂല. അതെ ചേട്ടാ, ഈ വഴിക്ക് പോട്ടെ. ഈ റൈറ്റ് പോട്ടെ കേട്ടോ. എഴുതിച്ചേക്കണുണ്ടോ? കൊട്ടാരോന്ന് എഴുതിച്ചേക്കണുണ്ടോ? അല്ല, ഒന്ന് ലെഫ്റ്റിലേക്ക് പോട്ടെ. ചേട്ടമുണ്ടല്ലോ, അത് ചേട്ടൻ ചോദിച്ചാൽ ചേട്ടൻ ചോദിച്ചു. ചേട്ടാ ചേട്ടോ 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 അതിന്റെ ഓടുന്നേ. അതാ ഞാനല്ലേ പിടിക്കാൻ അയാളെ പിടിച്ചോ. ഇതാ ഇയാളല്ലേ ഇത്? ആ മനുഷ്യനല്ലേ ഇത്? എടോ, താനെന്താ ഞങ്ങളെ കണ്ടിട്ട് മുങ്ങിക്കൊണ്ട്? ഞാൻ മുങ്ങിയതൊന്നല്ല, ഞാൻ ഇവിടുന്ന് എന്റെ കുറുന്തോട്ടി വരയ്ക്കായിരുന്നു. ഇത് പറിച്ചിട്ട് വൈദ്യശാല വരെ പോണം. അതാണ് ഞാൻ തിരക്ക് പിടിച്ചത്. ചേട്ടന്റെ കുറുന്തോട്ടി വായത്തിൽ നല്ലതാണ്. ചേട്ടന്റെ കൊടയൊക്കെ ഉണ്ടാവുന്നല്ലോ. കൊടയൊക്കെ ഉണ്ട്. അതെ, കുറച്ചു ദിവസം മുമ്പേ എന്റെ ഭാര്യയായിട്ടൊരു വഴക്കുണ്ടായി. അപ്പൊ ഞാൻ എന്റെ കയ്യിലിരുന്ന കൊട വെച്ചിങ്ങനെ കൊടക്കാൻ ഇങ്ങനെ ഓങ്ങിയത് ഓർമ്മ. അപ്പൊ തന്നെ എന്റെ പോകുന്നു. അന്നേരം ചേട്ടന് പ്രഷറൊക്കെ ഉണ്ടായിരുന്നോ? അതെ, പ്രഷറൊന്നും അല്ലായിരുന്നേ. ഭാര്യ ചെരവായിട്ട് തലക്കിട്ടൊന്ന് അടിച്ച്. ചെരവ കൊണ്ട് തലക്ക് അടിയിട്ട ആർക്കാ ബോധം പോവാത്ത? ചേട്ടൻ ആ മക്കളൊന്നുമില്ലേ? ഒരാളുണ്ട്, സിനിമയിലൊക്കെ അഭിനയിക്കണ. നിങ്ങൾ അറിയില്ലേ? അതാരാണ്? പ്രശസ്ത നടൻ മലയാറ്റൂർ രാജപ്പൻ. അറിയില്ലേ? ഓ
അത് ചേട്ടന്റെ മോനായിരുന്നല്ലേ? അഴുക്ക ചെറുക്കൻ, തന്തയേക്കാൾ മോശം. അതിനുശേഷം എന്റെ മുണ്ടും കൊടയൊക്കെ എടുത്ത് ഭാര്യ കത്തിച്ചളഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഈ കറുത്ത മുണ്ട് കൊടുത്തിട്ട് നടക്കുന്നത്. ആട്ടെ, നിങ്ങളിത് എവിടെ പോകുന്നു? അതെ, ഞങ്ങളൊരു പെണ്ണ് കാണാൻ പോണേ. ഈ കാറ്ററിംഗ് നടത്തുന്ന വർഗീസ് ചേട്ടൻ അറിയോ? വർഗീസ് അല്ലേ? ആ, എനിക്കറിയാം. നിങ്ങൾ കേറ്, ഞാനും കൂടെ വരാതെ. അല്ല, പോ കേറ്. ഈ കാണുന്ന വീടാണ്. അതെ, വർഗീസിനേക്കാളും നല്ലതായിട്ട് പാചകം ചെയ്യുന്ന ആന്റപ്പന്റെ വീടാണ് ഈ കാണുന്നത്. എടാ, താൻ എന്ത് പൊട്ടനോട്? ഞങ്ങൾ പാചകം ചെയ്യാനാണ് അവനോട് പറഞ്ഞത്. ഞങ്ങള് വർഗീസിന്റെ വീടിന്റെ അടുത്ത് ഒരു പെണ്ണ് കാണാൻ വേണ്ടി വന്നതാ. പൊട്ടൻ താനെ ഇനി ഇവിടെ കിടക്ക്, നടന്നു വന്നു അങ്ങോട്ട് കേട്ടാ. എന്തോ പൊട്ടനാണിതാ. തള്ളിയിരുന്നിട്ട് അവിടെ പോകാൻ അറിയില്ലേ? എനിക്ക് അറിയാൻ പാടില്ലെന്നൊന്നുമല്ല. എന്റെ വീട് ഇതിന്റെ പുറയിലാണ്. ഇപ്പൊ കല്യാണം തുടങ്ങി. എനിക്ക് ഫ്രീ ആയിട്ട് എന്റെ വീട്ടിലൊന്ന് എത്താൻ പറ്റും. ഇപ്പൊ ആരെ പൊട്ടാൻ? പോയാരും എന്തായി? പോയാലും ഒന്നും ആയില്ല. അത് പോയി. എന്ത് പറ്റി? അത് പോയത് ഏതാണ്ട് യാത്രയായിട്ട് മുന്നോട്ട് കൊണ്ട് പോകുന്നത്. എങ്ങോട്ടാ യാത്ര? യാത്ര ഭൂമി നീണ്ടു കിടക്കണല്ലേ, എല്ലാരും പോവാലോ. എവിടെങ്കിലൊക്കെ പോയി എല്ലാം ടെലിച്ചൊരു യാത്ര. എല്ലാം ത്യജിക്കാതെയുള്ള യാത്രയാണെങ്കിൽ ഒരാളും കൂടെ ഉണ്ട്. എന്നാ പോരല്ലോ. എല്ലാം പറഞ്ഞതുപോലെ ചേട്ടൻ എല്ലാം നോക്കി കണ്ട് ഡീൽ ചെയ്തോളാം. ഓക്കെ, അത് ഞാനേ